ഓക്കെ, ഈ വണ്ടിയിലെ സൗണ്ട് അടിപൊളിയാണ്. ഞാൻ മുന്നേ പറഞ്ഞ തിരിച്ചെടുത്ത് നല്ല സൗണ്ട് ആയിരുന്നു. പുതിയയിലേക്ക് നമ്മളിന്ന് പിന്നെയും കാർ സിമുലേറ്റർ 2 ആണ് കളിക്കാൻ പോകുന്നത്. കാർ സിമുലേറ്ററിൽ നമ്മളൊരു ലംബോർഗിനിൻ്റെ ഒരു കാർ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിന് കാറിലിരിക്കാം. അതൊരു സൗണ്ടാ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ഫെറാറി എടുത്ത് എന്തായാലും അപ്പോൾ ഒരു ലംബോർഗിനി എന്തായാലും എടുക്കണമല്ലോ. നമ്മളെ ലംബോർഗിനിൻ്റെ ഉറുസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ. സോ ലംബോർഗിനിൻ്റെ ഒരു വണ്ടിയാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് പറയുന്ന ലംബോർഗിനി വെനേനോ എന്ന് പറഞ്ഞൊരു കാറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമുക്ക് റോണീൻ്റെ അടുത്ത് പോകണം. ഞാനെവിടെ പോകുന്നത്? ഞാനൊരു മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ കാറ് എടുത്തിട്ട് അടിച്ചിട്ട് പൊളിക്കുന്നു. റിയൽ ലൈഫിലെല്ലാം ചെയ്തിട്ട് തീർന്നു. ഓക്കെ, ഇതൊരു ഓക്കെ നമ്മൾ റോണീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഭയങ്കര സ്പീഡാകൊണ്ട് ബ്രേക്ക് ടൈം എടുക്കുന്നുണ്ട്. ബ്രേക്കിൻ്റെ കുഴപ്പമില്ല, സ്പീഡിൻ്റെ കുഴപ്പമാണ്. ഞാൻ റോണിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങളെ കാണാം. ഓക്കെ, ഞാൻ റോണിയോട് സംസാരിച്ചു. സാറിനെ പറയുന്ന പോലെ പണിയെടുക്കണം, എന്നാലേ നമുക്ക് ഇത് തരും, വണ്ടി തരും. ഓക്കെ, നമ്മൾ ഇതിനായിട്ട് 3 റേസ് ചെയ്യാനുണ്ട്. 3 സ്റ്റേഡിയത്തില്ല, 2 ഡ്രാഗ് റേസും പിന്നെ മറ്റൊരു ഇവൻ്റ് കണക്കില്ലേ, ഒരു സർക്യൂട്ട് റേസും ഞാൻ കുറേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് റോണി വാർട്ടനെ ഓരോ വണ്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് പോയി ചെയ്യണം. ഞാൻ സ്റ്റേഡിയത്തിൽ എത്തിക്കാൻ നിങ്ങളെ കാണാം. ഓക്കെ, നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. മുകളിൽ പോവാം. ആദ്യം മുകളിലത്തെ റേസാണ്, പിന്നെ ട്രാക്ക് റേസ്. തട്ടിന്ന് തോന്നുന്നു. അതിൻ്റെ ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുള്ളൂ. ഇതുണ്ട്, ഇടുന്നുണ്ട്. പിന്നെ ജമ്പ് ചെയ്യും, കുഴപ്പമില്ല. ഇനി വണ്ടി എല്ലാം വരാൻ കാത്തിക്കണം. ഞാനെന്താ എപ്പോൾ ആദ്യം എത്തുന്നു? ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് മറ്റേ വണ്ടിയെല്ലാം വന്ന് റേസ് തുടങ്ങാനാകുമ്പോൾ നിങ്ങൾ കാണാം. ഓക്കെ, റേസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുറേ വണ്ടി സൈഡിൽ പഗാനിയാ. സൈഡിൽ പഗാനിയല്ല. കുറേ വണ്ടി ബാക്കിൽ തന്നെ അടിച്ചു കൊണ്ടിട്ടുണ്ട്. പക്ഷെ ബാക്കിൽ കുറേ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂക്ഷിച്ച് കളിക്കണം. ഇല്ല, വണ്ടി നല്ല പോരെ. ഇവർ ഡ്രൈവർമാർ വെറും കച്ചറിയാ. ഓടിക്കാനും അറിയില്ല ഒരാൾക്കും. എല്ലാവരും അടിച്ചു പറഞ്ഞു ഓടിക്കുന്നു. അയ്യോ. ഓക്കെ, ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോസ് ടെസ്റ്റ് ചെയ്തപ്പോൾ 420 വരും പോയിന്. പക്ഷേ ആക്സിലേറ്റർ മാത്രം കൊടുക്കുമ്പോൾ 470 18 വരെ പോകുന്നുള്ളൂ. സോ ഞാനിങ്ങെത്തി. ഇവർ ഒരു ലാപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. കോയിങ്സ് ബാക്കിൽ, അതാണ് പറഞ്ഞത്. ഡ്രൈവർ ശരിയാണ്, വണ്ടി നല്ല പോരാ. വണ്ടി എത്ര നല്ലതായാലും ഡ്രൈവറെല്ലാം പോട്ടെ. പഗാനിയുടെ ഒരു ലാപ്പ് പോലും കംപ്ലീറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ കോയിൻസൊക്കെ പഗാനിയൊന്നും. ഓക്കെ, നമ്മൾ ജയിച്ചെന്തായാലും. ഓക്കെ, ശരി, നമുക്ക് ഒരു ഡ്രാഗ് റേസ് ചെയ്യാം. ഓക്കെ, നമ്മൾ റേസ് ഓടിയിട്ടുണ്ട്. സൈഡിൽ ബുഗാട്ടി, 2 ബുഗാട്ടിയാ തോന്നുന്നു. 2 ബുഗാട്ടിയാന്ന് തോന്നുന്നു. ഓക്കെ, ജയിച്ച്. കുറച്ച് പാടായിരുന്നു. ഒരു സ്റ്റാർട്ട് അടിപൊളിയായിരുന്നു. നമ്മളെ സ്റ്റാർട്ട് നോക്കിയാലും പക്ഷേ എങ്കിലും വണ്ടി അടിപൊളിയായിട്ട് ജയിച്ചു. ഓക്കെ, ലാസ്റ്റ് ഡ്രാഗ് റേസ്. ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ ഫെറാറി എന്ന് പറയാൻ പോയ ലംബോർഗിനി വെനേനോ കിട്ടും. സോ പഗാനി അപ്പുറത്ത്, പിന്നെയും പഗാനി, 2 പഗാനി. ബാഡ് ഷിഫ്റ്റാ എല്ലാം. ഇത് പെർഫെക്റ്റായി. പെർഫെക്റ്റ്. യെസ്, നമ്മൾ എല്ലാ റേസും കംപ്ലീറ്റ് ചെയ്ത്. നമുക്ക് പോയിട്ട് വേഗം റോണിൻ്റെ അടുത്ത് പറയാം നമ്മളെ ലംബോർഗിനി വെനേനോ തരാൻ. യെസ്, നമ്മൾ റോണിൻ്റെ ഓഫീസിലെത്താനായിട്ടുണ്ട്. മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ വണ്ടി പൊടിയായി പോയി. ഇങ്ങനെയാ പോയിട്ടുണ്ടെങ്കിൽ വണ്ടി തെറിച്ചു. മറ്റേ ഒരു ടാക്സി വണ്ടി. ഓക്കെ,
നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് റോണിൻ്റെ അടുത്ത് ചോദിക്കട്ടെ നമ്മൾ ലംബോർഗിനി വിലയിലോ തരാം. ഓക്കെ ഞാൻ ചോദിച്ചു റോണിനോട്, ഞാൻ ഡോറും തുറന്നിട്ടിട്ട് പോയി. ഓക്കെ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞത് സാറിനെ പോലെ തന്നെ ഇതിന് നല്ല ടൈം എടുക്കും, അങ്ങനെ റയറായ ഒരു വണ്ടിയാണ്, 2-3 ആഴ്ചത്തെ ടൈം എടുക്കും. സോ അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും പണി ചെയ്ത് തീർക്കട്ടെ ഇവിടുത്തെ. സോ അത് കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുന്ന ദിവസം ഞങ്ങൾ കാണാം. ഓക്കെ ഞാനിപ്പോൾ റോണിൻ്റെ ഓഫീസിലായിരുന്നു. പെട്ടെന്ന് റോണിക്ക് കോൾ വന്ന് വണ്ടി വന്നിട്ടുണ്ട്, വരാനായിട്ടുണ്ട്. പ്ലെയിൻ ഇതുവരെ ലാൻഡ് ആയിട്ടില്ല, ഇപ്പം ലാൻഡ് ചെയ്യും. സോ ഞാൻ റോണിൻ്റെ ഓഫീസിൽ കുറച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോണിക്ക് പെട്ടെന്ന് കോൾ വന്നു. സോ നമുക്ക് വേഗം എയർപോർട്ടിലേക്ക് വിടാം. വണ്ടി ഇപ്പം എത്തിയിട്ടുണ്ടാവില്ല, പ്ലെയിന് ലാൻഡ് ആയിട്ടില്ല. ഇപ്പം ലാൻഡാവും കുറച്ച് കഴിയുമ്പോൾ, നമ്മൾ എത്താൻ ബന്ധം ലാൻഡ് ആവുമായിരിക്കും. സോ നമുക്ക് എത്രയും വേഗം, ഞാൻ ഈ വഴി ഒന്ന് വഴി പോയിരുന്നു, കുഴപ്പമില്ല. കണക്കന്നെ പോലീസ് ശല്യം സ്ട്രീറ്റ്. ഓക്കെ സാധനം പിന്നെ പോലീസ്, കുഴപ്പമില്ല. നമ്മളെ എയർപോർട്ട് എന്തായാലും പിടിക്കാനൊന്നും പറ്റില്ല. നമ്മളെ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നില്ലേ, ഞാൻ റൺവേനെ നടുക്ക് പോയിട്ട് വന്നിട്ടുള്ളത്. ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന പ്ലെയിനാ, ഇനി ഏതാ ഉള്ള പ്ലെയിന് വന്നിട്ടില്ല തോന്നുന്നു. നോക്കട്ടെ ഒരിക്കൽ എവിടെയാ പോലീസ് പോയി എൻ്റെ ഇതാ. ഇവിടെ ഒരു പ്ലെയിൻ നിർത്തിയിട്ടുണ്ട്, ഇവിടെ പോയി നോക്കാം. എന്താ മറ്റേ മിഷൻ എന്താ പിന്നെയോ വന്നിട്ട് മറ്റേ പോലീസുകാർ കൊണ്ടേ കൊടുക്കണ്ട. ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടാക്കും. ഓക്കെ ഇതെന്താ പുതിയ അപ്ഡേറ്റ് വന്ന സംഭവം, ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. ഓക്കെ ഇതാ നമ്മള് ലംബോർഗിനി വെനേനോ രണ്ടിനും സൈഡായിട്ട് പാർക്ക് ചെയ്തിട്ട്, ഫെറാറിയും ലംബോർഗിനിയും 2 ലെജൻഡ് കാർസ്. ഓക്കെ ഇവിടെ നിർത്തട്ടെ. ഓക്കെ ഇപ്പം ഇത് മോഡിഫൈഡാ, അതുകൊണ്ട് ഇത് കുറച്ച് സ്റ്റിക്കറും കളറും മാറിയുണ്ട്, ആ ലുക്കുണ്ട്. പിന്നെ ഓറഞ്ച് കളറിലാണ്, അതെല്ലാം ചേഞ്ച് ചെയ്യാം അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ ഒന്ന് വണ്ടിയകത്ത് ഓടിച്ചു നോക്കാം. ഓക്കെ ഇതും മുകളിലോട്ടേക്ക് പോകുന്നു, പക്ഷെ ഇതാണ് കുറച്ച് യുണീക്കായിട്ട് തോന്നിയത്. ഇതിൻ്റെ റൂഫിൻ്റെ മുകളിൽ നിന്ന് ഈ ഡോർ അടക്കി വന്ന കളി, 2 ഡോറും കൂടി തുറന്നാൽ നടുക്കൊരു ചെറിയൊരു റൂഫേ ബാക്കിയുണ്ടോ, ഇതുണ്ടോ, ഇത്രേ ബാക്കിയുണ്ടോ. സോ ഇത് കുറച്ച് നല്ല ലുക്കുണ്ട്. ഓക്കെ നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം. ഓക്കെ ഫെററിൻ്റെ അത്ര സൗണ്ട് ഇല്ലാന്ന് പറ്റിയേ, ശരിക്കും ലംബോർ എനിക്ക് നല്ല സൗണ്ടാ. ഫെററിൻ്റെ ഈ വണ്ടിക്ക് നല്ല സൗണ്ട് ഉണ്ട് തോന്നുന്നു. ലംബോറിൻ്റെ വേറെ വണ്ടിയെല്ലാം പെയ്ഡ്, അതുകൊണ്ട് ഇപ്പം എടുക്കാൻ പറ്റില്ല. സൗണ്ട് ഇല്ലാണ്ടില്ല, പക്ഷെ അതിനെ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. സോ ഓക്കെ ഇതുപോലെ തന്നെ നല്ല സ്പീഡുണ്ട്. പോലീസുകാരാണല്ലോ ഇവിടെ, നോക്കിയാൽ പോലീസ്. നമുക്ക് പോയിട്ട് ഇത് വീട് അതിൻ്റെ ഒപ്പം ഒന്ന് ഓടിച്ചിട്ട് എന്നിട്ട് അടുത്ത വീട് നമുക്ക് ഈ വണ്ടിയുടെ മോഡിഫൈ ആയിട്ട് നോക്കാം. ഇപ്പം തന്നെ നല്ല സ്പീഡുണ്ട്, നോക്കാം. ഇപ്പം അടിക്കയറും. ഓക്കെ സൈഡാക്കി വെക്കാം വണ്ടീനകത്ത്, വീഡിയോ അതിൻ്റെ ഒപ്പം. ഓക്കെ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അന്ന് ശ്രദ്ധിച്ച് വണ്ടിക്ക് ഫ്രണ്ടിലൊരു ഒന്നുമില്ല. ഇതൊന്നും സംഭവം എനിക്ക് തീരുന്നില്ല. ഇതിനകത്തൊന്നും വെക്കാൻ പറ്റിയൊരു സഞ്ചി പോലും വെക്കാൻ പറ്റില്ല. ഇത് വെക്കേണ്ട സാധനമൊന്നുമല്ല, ഇതിൽ ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള വണ്ടിയല്ല ഇത്, ഒട്ടുമല്ല. ഒന്നും വെക്കാൻ പറ്റില്ല, സീറ്റിനറ്റം കൊണ്ട് വെക്കേണ്ടി വരും. പിന്നെ ബാക്ക് ഞാൻ നോക്കി, ഇവിടെ ബാക്കൊന്നും തുറക്കാനേ പറ്റുന്നില്ല. പിന്നെ ഇൻഡിക്കേറ്റർ ഇതിൽ തന്നെയാണ് ഉള്ളത്, അത് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ പറയാൻ പറഞ്ഞു, ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. വണ്ടിയിലൊന്ന് കയറിയിട്ട്, പക്ഷെ ഇതിന് ബാക്കിലൊന്നും തുറക്കാനുള്ള ഇതൊന്നുമില്ല. ഇവിടെ പെട്രോള് ഡോറ് ഫ്രണ്ട് തുറക്കാൻ പറ്റും, അതിനകത്തൊന്നും ചെയ്യാനും പറ്റില്ല. അതിനെ ബ്രേക്ക് കാണിച്ചു തരാം. ബ്രേക്ക് ഇതുണ്ടോ, ഏറ്റവും ഓടിക്കട്ടെ. ബ്രേക്ക് ഈ ഫിന്ന് ഷാർക്കിൻ്റെ മറ്റേ മുകളിലത്തെ ഫിന്ന് പോലത്തെ ഒരു സാധനത്തിന് മുകളിലുള്ള ബ്രേക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട്.
ഇവിടെയുണ്ട്, പക്ഷേ ആടിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടിപൊളിയാണ് വണ്ടി. ഇപ്പൊ സൗണ്ട് ഒന്നും നിങ്ങൾക്ക് ഇപ്പൊ ചില കേൾക്കുമോന്നറിയില്ല. ഇതിനും സൗണ്ട് ഉണ്ട്. ഞാൻ മറ്റേ ഗെയിമിന്റെ വോളിയം കുറച്ച് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കേൾക്കാണ്ടിരുന്നത്. ഇതിന്റെ സൗണ്ട് അടിപൊളിയാണ്, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത്. ഓക്കെ, ഈ വണ്ടിയിലെ സൗണ്ട് അടിപൊളിയാണ്, ഞാൻ മുന്നേ പറഞ്ഞ തിരിച്ചെടുത്ത്. നല്ല സൗണ്ട് ഇതിനു. അപ്പം ഇന്നത്തെ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.